ഏകദേശം എല്ലാ ജീവികളിലും തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡിഫൻസ് മെക്കാനിസം പ്രകൃതി തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതേ ശരീരഭാഗങ്ങൾ തന്നെ സ്വന്തം ജീവന് വിനയായ ചില സന്ദർഭങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മെയിൽ ബാബിറൂസ. പന്നികളോട് വളരെ സാമ്യമുള്ള ജീവിയാണ് ബാബിറൂസ. ഇവരെ പന്നികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അതേസമയം തങ്ങൾക്ക് വിനയായതുമായ ഒരു ശരീരഭാഗമാണ് അവയുടെ കൊമ്പുകൾ. യഥാർത്ഥത്തിൽ ഇത് മെയിൽ ബാബിറൂസകളുടെ ക്യാനിൻ പല്ലുകൾ പുറത്തോട്ട് വളർന്നു നിൽക്കുന്നതാണ്. എന്നാൽ ഈ കൊമ്പ് പരിധി കഴിഞ്ഞ് വളരുന്നതിലൂടെ മെയിൽ ബാബിറൂസകളുടെ തലയോട്ടിയിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുകയും തുടർന്ന് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇതത്ര കട്ടിയുള്ള ഒന്നല്ല. ഒരു ഫൈറ്റിനിടയിലൊക്കെ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന ഒന്നാണിത്. കോമൺ റെയിൻഡിയേഴ്സ്. ബാബിറൂസയെ പോലെ തന്നെ കൊമ്പുകളാണ് ഇവയുടെയും പ്രശ്നം. എന്നാൽ ഇവയുടെ കൊമ്പുകൾ തങ്ങളെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നതിന് പകരം മറ്റ് റെയിൻഡിയേഴ്സുമായി വഴക്കുണ്ടാക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. കൂടുതലും ബ്രീഡിംഗ് സീസണിൽ ഫീമെയിൽ റെയിൻഡിയേഴ്സിന് വേണ്ടിയാണ് ഇവർ അടികൂടുന്നത്. ഇത്തരം യുദ്ധങ്ങൾ അവസാനിക്കുന്നത് ഒരു റെയിൻഡിയറിന്റെ മരണത്തോടുകൂടിയായിരിക്കും. എന്നാൽ യുദ്ധത്തിൽ വിജയിച്ച റെയിൻഡിയറിന് കൊമ്പുകളുടെ ഒടക്ക് സ്വയം വിടിയിക്കാൻ കഴിയാത്തതിനാൽ ദിവസങ്ങൾക്കകം അതിന്റെ ജീവനും നഷ്ടപ്പെടുന്നു. ചില സമയങ്ങളിൽ ഇത്തരം കാഴ്ചകൾ മനുഷ്യരുടെ കണ്ണിൽ പെടുകയും അവർ ഇവയെ കൊമ്പുകൾ മുറിച്ചോ അഥവാ കൊമ്പുകൾക്ക് നേരെ വെടിയുതിർത്തോ സ്വതന്ത്രമാക്കാറുണ്ട്. ആമകൾ. മുമ്പ് പറഞ്ഞ ജീവികളിൽ നിന്നെല്ലാം ഭാഗ്യമുള്ള ഒന്നാണ് ആമകൾ. ദീർഘകാലം ജീവിക്കാൻ കഴിയുകയും ഏതെങ്കിലും ജീവി ആക്രമിക്കാൻ വന്നാൽ കട്ടിയുള്ള ഷെല്ലും അവയ്ക്ക് തുണയാണ്. എന്നാൽ ഒറ്റ പ്രശ്നം മാത്രം, തലകീഴായി വീഴാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ സംഭവിച്ചാൽ അവയ്ക്ക് സ്വയം നേരെ വരാൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും എല്ലാ തരം ആമകൾക്കും ഇതൊരു പ്രശ്നമാവുന്നില്ല. ഉദാഹരണത്തിന് വൃത്താകൃതിയിലുള്ള ഷെല്ലുള്ള ആമകളേക്കാൾ പരിതാപകരമാണ് ചരിതാകൃതിയിലുള്ളവയുടെ അവസ്ഥ. എന്നാൽ അവയുടെ ശരീരഘടന എളുപ്പത്തിൽ തലകീഴായി മറിയാൻ ഉതുകുന്നവയല്ല. കൂടുതലും മറ്റാമകളുമായി വഴക്കുണ്ടാക്കുമ്പോൾ ഒന്നിനെ എത്രയും പെട്ടെന്ന് തലകീഴാക്കി മറിക്കാനായിരിക്കും മറ്റൊന്ന് ശ്രമിക്കുന്നത്. അർഗാലി. വളരെ വലിപ്പവും 100 പൗണ്ടിന് മുകളിൽ ഭാരവും വയ്ക്കുന്ന ഇവയുടെ ഭീകരത തോന്നിക്കുകയും പ്രിഡേറ്റേഴ്സിൽ നിന്ന് തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായ ഭാഗമാണ് അവയുടെ കൊമ്പുകൾ. എന്നാൽ പലപ്പോഴും അവയുടെ കൊമ്പുകൾ മുഖം ലക്ഷ്യമാക്കി വളരാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ അവ തലയോട്ടിക്കുള്ളിലേക്ക് തുളച്ചു കയറിയോ ആയ ദാരുണമായ അന്ത്യമായിരിക്കും അവയുടേത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.